റീസെന്റ് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസായ ഒരു സ്പാനിഷ് ത്രില്ലർ മൂവിയാണ് സൊസൈറ്റി ഓഫ് ദ സ്നോ. ഈ ഒരു മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു മൂവി അത്ര കിടിലോട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. പ്രസന്റേഷൻ വൈസ് ആയാലും ഓരോ ക്യാരക്ടേഴ്സ് ആയാലും അവരുടെ സിറ്റുവേഷൻസ് ആയാലും അല്ലെങ്കിൽ അവിടുത്തെ ഒരു എൻവയോൺമെന്റ് ആയാലും എല്ലാം അടിപൊളിയായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സർവൈവൽ ത്രില്ലർ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ക്യാരക്ടേഴ്സിന്റെയും അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഭയങ്കര ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് എന്ന് തോന്നുന്നത്. കാരണം നമ്മൾ ആ സിറ്റുവേഷനിൽ പെട്ടുപോയി എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ സർവൈവ് ചെയ്യാൻ നോക്കും, ആ ഒരു കാര്യമൊക്കെ വളരെ അടിപൊളിയായിട്ടാണ് സിനിമ സംസാരിക്കുന്നുണ്ട്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ട്രൂ ഇവന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് മൂവി ചെയ്തിരിക്കുന്നത്. 1972 ഒരു ഉറുഗൻ ഫ്ലൈറ്റ് ആൻഡസിൽ ഒരു മഞ്ഞുമലയിൽ പോയി ക്രാഷ് ആവുന്നതും പിന്നീട് അതിനുശേഷം ആ ഒരു ഫ്ലൈറ്റിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ എങ്ങനെ സർവൈവ് ചെയ്യുമെന്നാണ് ഈ സിനിമ സംസാരിക്കുന്നത്. അത് പെട്ടെന്നൊന്നും അല്ല സർവൈവ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന് ക്രാഷ് ആയാലും നാളെ രാവിലെ അല്ലെങ്കിൽ 2 ദിവസം ഒരു ടീം വന്ന് ഇവരെ പിക്ക് ചെയ്യും, അങ്ങനെയൊന്നും അല്ല. ഒരുപാട് ദിവസം അല്ലെങ്കിൽ ഇവർ ഒരു കംപ്ലീറ്റ്ലി ട്രാപ്പായി തന്നെ വേണമെങ്കിൽ പറയാം. ചുറ്റും മലയും മഞ്ഞുമാണ്, പോകാൻ വഴിയില്ല, എങ്ങോട്ട് പോകും, എങ്ങനെ പോകും, കോൺടാക്ട് ചെയ്യണം. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടമല്ല, അത് 1972 ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻസ് ആയാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ലിമിറ്റഡ് ആണ്. സോ ആ ഒരു സിറ്റുവേഷനൊക്കെ എങ്ങനെയാണെന്ന് വളരെ അടിപൊളിയായിട്ട് തന്നെ സിനിമ സംസാരിക്കുന്നത്. പിന്നീട് എടുത്തു വരേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ മൂവിയുടെ മേക്കിംഗ് ആണ്. അത്ര കിട്ടിലായിട്ടാണ് ഓരോ കാര്യങ്ങളും മേക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മൂവിയിലെ ക്യാരക്ടേഴ്സും അവരുടെ സിറ്റുവേഷനായിട്ടൊക്കെ നമുക്ക് ഭയങ്കര ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ അകപ്പെട്ട് പോയതുപോലെയാണ്, അല്ലെങ്കിൽ അവർ നമ്മളൊരു ടീമിലെ ഒരു മെമ്പറായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. സോ അങ്ങനത്തെ രീതിയിലാണ് ഓരോ ക്യാരക്ടേഴ്സിന്റെ സിറ്റുവേഷൻസും അവർ തമ്മിലുള്ള കോൺവെർസേഷൻസും അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ അവരെടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ ഈ സിനിമയിൽ സംസാരിക്കുന്നത്. ഒരു കംപ്ലീറ്റ്ലി സർവൈവൽ ത്രില്ലർ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സർവൈവൽ ഡ്രാമ മൂവി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ക്യാരക്ടേഴ്സിന്റെ പ്രസന്റേഷൻ ആയാലും അവർ തമ്മിലുള്ള കോൺവെർസേഷൻസ് ആയാലും അല്ലെങ്കിൽ അവരുടെ ഡിസിഷൻസ് ആയാലും അല്ലെങ്കിൽ ആ ഒരു ട്രാപ്പിൽ നിന്ന് അവരെങ്ങനെ പുറത്തു വരുന്നൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും എടുത്ത് പറയുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ത്രില്ലർ മൂഡല്ല, ഒരു സ്ലോ പീസായിട്ട്, പക്ഷേ എന്നാലും നല്ല അടിപൊളിയായിട്ടാണ് ആ ഒരു സ്റ്റോറി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു എൻ്റയർ മൂവി ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് തരുന്നത്. ഒരു സർവൈവൽ ത്രില്ലർ മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യേണ്ട മൂവിയാണ് സൊസൈറ്റി ഓഫ് സ്നോ എന്ന് പറയുന്നത്. ഒറിജിനൽ ലാംഗ്വേജ് സ്പാനിഷ് ആണ്, നെറ്റ്ഫ്ലിക്സിൽ ഇംഗ്ലീഷ് ഡബ് ഉണ്ട്. സോ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.